ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ബ്രേക്കിൽ കണ്ടില്ല, നിങ്ങൾ താഴെ വന്നു. നേരത്തെ രാവിലെ സപ്പോർട്ട് എടുത്ത ഏരിയയിൽ നമ്മൾ ചിലപ്പോൾ സപ്പോർട്ട് എടുക്കുമെന്ന് വിചാരിച്ച് കാണും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എൻട്രി കിട്ടിയില്ല, മാർക്കറ്റ് വീണ്ടും താഴെ വന്നിട്ട് നിങ്ങൾക്ക് എൻട്രി എടുക്കാമോ? എവിടെ നിന്ന് എൻട്രി എടുക്കാം? അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക, റീടെസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ എസ് എൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ നിന്നൊരു എൻട്രി എടുക്കുകയാണ്. എസ് എൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പലരും പറഞ്ഞിട്ടുള്ള എന്താണ്, എസ് എൽ മുകളിൽ കൊണ്ടുവയ്ക്കണം എന്നാണല്ലേ. മുകളിലൊരു ചെറിയ സ്വിങ് അല്ലെങ്കിൽ ഏറ്റവും ഹൈ ഒക്കെ കൊണ്ടുവയ്ക്കണം എന്ന് പറയും. നിങ്ങൾക്ക് 1:2 1:1 1 പോലും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെന്നാണ് എടുക്കേണ്ടത്? എസ് എൽ വയ്ക്കേണ്ടത് രാവിലെ സപ്പോർട്ട് ഏരിയ എടുത്ത ഏരിയ ഇപ്പോൾ ബ്രേക്ക് താഴോട്ട് വരുമ്പോൾ എന്തായിരിക്കും മാറും? അത് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലേ, അത് റെസിസ്റ്റൻസായി മാറും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ചെറിയൊരു എസ് എൽ ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് ട്രേഡ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നോക്കിയേ ഇവിടെ ചെറിയൊരു ഒരു ബ്രേക്ക് നിങ്ങൾക്ക് എടുത്താൽ പോലും 1:6 1:5 ഒക്കെ കിട്ടും. ഓക്കെ, ഉണ്ട് ഈ ഒരു ലോ എത്തിയാൽ പോലും 1:7 വരെയൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ താഴെ പോയിട്ടുണ്ട്, പക്ഷേ നമ്മളത് എടുക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം മാത്രം പറയാം, 1:2. എന്താണിത്? രാവിലെയുള്ള സപ്പോർട്ട് ഇപ്പോൾ ഒരു നല്ലൊരു ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റും തന്നിട്ടുണ്ട്, അതൊരു റെസിസ്റ്റൻസായി മാറും. അപ്പോൾ നമ്മൾ ചെറിയൊരു എസ് എല്ലിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇങ്ങനെ ചെറിയൊരു എസ് എല്ലിൽ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളത് പ്രോഫിറ്റായി മാറ്റാൻ പറ്റുള്ളൂ അല്ലേ. ഇതൊക്കെ തിരിച്ചു കയറി പോയിക്കോട്ടെ, നമ്മൾ എസ് എൽ അടിച്ചോട്ടെ, നോ പ്രോബ്ലം. പക്ഷേ ഈ പ്രോഫിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റണമെങ്കിൽ, നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റണമെങ്കിൽ വലിയ എസ് എൽ മുകളിലോട്ട് വഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല, പൊസിഷൻ സൈസ് ഒന്നും കിട്ടത്തില്ല. ഓക്കെ, 1:2 റിസ്ക് റിവാർഡൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ എല്ലാവരും കണക്കാക്കിയിടുക, ടൈം ഫ്രെയിം ചെറുതാക്കുക. എന്നിട്ട് തൊട്ട് മുമ്പ് ഉണ്ടാക്കിയ ചെറിയ സിങ്ങിനെ എസ് എൽ ആയി പരിഗണിച്ചിട്ടുണ്ട്, ആ സ്ട്രഗിൾ ഏരിയയെ എസ് എൽ ആയി വച്ചുകൊണ്ട് നിങ്ങൾ ട്രേഡ് എടുത്താൽ നിങ്ങൾക്ക് ട്രേഡ് കിട്ടും. ചിലരുണ്ട് ഈ ഓരോ ചെറിയൊരു മൂവ്മെൻറ്റിനെയും ഇങ്ങനെ വലിച്ച് നെടുക്കി വലുതാക്കി വയ്ക്കും. എന്നിട്ട് ഇത്രയും ഏരിയ മൂവ്മെൻറ്റ് നടക്കുകയല്ലേ, എത്ര പോയിൻ്റാണെന്ന് കണക്കാക്കത്തില്ല, പകരം എൻട്രി എടുക്കും.